ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഉച്ചവരെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുള്ള വരെയുള്ള കാര്യങ്ങൾ ആണ് ഇന്നത്തേലുള്ളത്. അപ്പോൾ ഞാൻ എണീറ്റത് ഇന്ന് ലേറ്റായിട്ടാണ്, ഭയങ്കര ലേറ്റായിപ്പോയി. 7 മണിയായിപ്പോയി. നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ആരും എണീറ്റിട്ടില്ല, ഞാൻ തന്നെയാണ് ഫസ്റ്റ് എണീറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അടുക്കള ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നീക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ കടി കാര്യങ്ങളൊക്കെ ഞാനാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷോപ്പിലേക്ക് പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു നേരത്തിന് സാധനം ആവണമല്ലോ. അപ്പം ഞാൻ വേഗം നീച്ച് അടുക്കളയിൽ കയറും. അമ്മുൻ്റെ ഡ്യൂട്ടി അടിച്ചോറലും തുടയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് മോള് എണീക്കും, ഇപ്പോൾ മോളെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അമ്മൂൻ്റേത്. അപ്പോൾ അമ്മു അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇടയ്ക്ക് മോളുടെ അടുത്തേക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അമ്മു ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ നേരെ അടുക്കളയിൽ കയറും. പിന്നെ മീനൊക്കെ കിട്ടാൻ നേരം വൈകിട്ടുണ്ടെങ്കിൽ, മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അമ്മുവിന് ഉച്ചയ്ക്കുള്ള കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. അത് അമ്മും കൂടിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ എണീറ്റ് വരുമ്പോൾ തന്നെ ആലോചിക്കുക എന്തുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ എണീറ്റ് വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തുണ്ടാക്കും, കാരണം നേരം വൈകിയിട്ടുണ്ട്. ഒരു പുട്ട് ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ നേരം വൈകും. അപ്പോഴാണ് ഞാൻ ഉപ്പുമാവിൻ്റെ റവ കണ്ടത്. അപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് വേഗം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ എടുത്ത് സെറ്റാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെള്ളം ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചോറിന് വേണ്ടി വെച്ചതല്ല, ആദ്യം ഇത് തിളച്ചാൽ ചായക്ക് എടുക്കും, പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചോറിന് ആക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനിത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഉപ്പുമാവ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നൊന്നും എല്ലാവർക്കും അറിയാം, അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ അതിലേക്ക് ഉള്ളിയിട്ട് അതിങ്ങനെ കുറച്ച് വഴറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും, കുറച്ചല്ല 2-3 പച്ചമുളകും പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട്, അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് റവ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി ഉപ്പുമാവ് റെഡി. അപ്പോഴത്തേക്കും നമ്മളെ വെള്ളം തിളച്ച് വരണുണ്ട്. നന്ദൂട്ടനെ ഞാൻ പപ്പടത്തിന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അമ്മു ഇതാ മുട്ടടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ നന്ദൂട്ടൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നന്ദൂട്ടൻ വേഗം നീച്ചിട്ട് കുളിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ അച്ഛൻ ഇവിടെ വീട്ടിലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റാണ്. അച്ഛൻ വേഗം നീച്ചിട്ട് കുളിയൊക്കെ തീർക്കും. അപ്പോൾ അത് കണ്ടിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ ആൾ 2 ദിവസമായിട്ട് വേഗം കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നന്ദൂട്ടന് പിറന്നാളിന് ഉണ്ണി ഗിഫ്റ്റ് കൊടുത്തൊരു ചെറിയൊരു ഇതായിരുന്നു, ഒരു ചെറിയ അക്വേറിയം പോലൊരു സംഭവമായിരുന്നു അത് കേട്ടോ. അതിലത്തെ മീനൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മീനിനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്തിട്ട് തീരെ അത് പുറത്തേക്ക് പോകണമെന്നില്ല. അങ്ങനെ നന്ദൂട്ടനെ ഞാൻ പപ്പടത്തിന് പറഞ്ഞയച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ചായക്ക് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അടയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ച് പിന്നത്തെ പരിപാടി എന്താ, അത് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് നന്ദൂട്ടൻ വേഗം, നമ്മളെ അടുത്ത് തന്നെയാണ് ഷോപ്പുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ചോറിൻ്റെ വെള്ളം തിളച്ചു, അരി ഇട്ടു. അങ്ങനെ അരി ഇട്ടിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് കേട്ടോ. അരമണിക്കൂർ കൊണ്ട്, റേഷൻ അരി ആയതുകൊണ്ട് അരമണിക്കൂർ കൊണ്ടാവും. അപ്പോഴത്തേക്ക് നന്ദൂട്ടൻ എന്താ പപ്പടം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ 4 ചോക്കിയായിട്ട് വന്നിട്ടുണ്ട്. 4 5 എണ്ണം സൂര്യേട്ടൻ കൊടുത്തതാണ് അത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചു വെറുതെ തന്നാണെന്നോ, അല്ല പൈസയ്ക്ക് തന്നാണ്, സൂര്യേട്ടൻ നിർബന്ധിച്ച് തന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവർക്കും ഓരി വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ അച്ഛൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ചായ വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അച്ഛനുള്ള ചായയും കൊടുത്തിട്ട് ബാക്കി പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്ത് അച്ഛന് ചായ കൊടുത്തപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മു ബാക്ക് സൈഡിൽ അടിച്ചോരിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും സ്ഥലം അങ്ങനെ അടിച്ചോരുവേ. അപ്പോൾ അമ്മു ഇവിടെ എത്തി, അടിച്ചു വാരി അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അലമോളിപ്പോൾ എണീക്കും. പിന്നെ ഞാൻ പപ്പടം കാച്ചാൻ നിന്നിട്ട് അപ്പോഴത്തേക്കും ഇന്നത്തെ കാര്യം സിമ്പിളായിരുന്നു. റവ ഉപ്പുമാവും പപ്പടവും അത് മാത്രം ഉണ്ടല്ലെങ്കിൽ നല്ല പണിയാവും. ദോശയും പുട്ടും അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പണിയാണല്ലോ, കറി ഉണ്ടാക്കണം. ഇതാകുമ്പോൾ അതൊന്നുമില്ലല്ലോ. അപ്പോൾ പപ്പടവും കാച്ചി. പിന്നെന്താ ഇപ്പോൾ ഇവിടെ എണീറ്റുള്ളത് ഞാൻ,
അച്ഛൻ, നന്ദുട്ടൻ, അമ്മു, ഞങ്ങൾ 4 ആളാണ് എണീറ്റുള്ളത് കേട്ടോ. അപ്പോൾ ഇനി എണീക്കാൻ അലമോളും ഉണ്ണിയും. അമ്മ എണീറ്റിട്ടില്ല കേട്ടോ. അമ്മയ്ക്കും തണുപ്പായപ്പോൾ മഴ പെയ്തപ്പോൾ തീരെ നീക്കാൻ തോന്നണില്ല പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുക, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ അടുക്കളയിൽ, ഞാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ചോരി കൊടുക്കാമെന്ന്. എന്നൊന്നും ഞാൻ ഇതേപോലെ അടിച്ചോരി കൊടുക്കാറില്ല. കാരണം എനിക്ക് അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ വെക്കാനുള്ളപ്പോൾ ടൈം ഒന്നും കൂടി പിടിക്കൂലേ. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവായതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അടിച്ചുവാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പെണ്ണ് അപ്പോഴത്തേക്കും അലമോള് എണീറ്റ്, ഇനിയിപ്പോൾ അലമോളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി അടിക്കാനാവും. അപ്പോൾ അമ്മു ചിലപ്പോൾ ഒന്നും കൂടി അടിക്കും. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് അടിച്ചു വരുന്നു മാത്രം. അപ്പോൾ നന്ദുട്ടൻ എണീറ്റപ്പോൾ വേഗം ഓടി വന്ന് കിടന്നെടുക്കണം കേട്ടോ. പിന്നെ അലേനെ കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് എൻ്റെ കൂടെ ഇപ്പോൾ ഷോപ്പിക്ക് വരണം എന്ന് നന്ദുട്ടൻ പറയും. ഷോപ്പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണി വാളും. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറ്റേ മിഠായിയും പിന്നെ പാനിപ്പൂരിയുടെ ഒക്കെ ഒരു കടയൊക്കെ വന്നിട്ടുണ്ട് അടുത്തൊക്കെ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നന്ദുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിശക്കൂട്ടാ. അപ്പോൾ പണി വാളും. അപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ടാന്ന്. അങ്ങനെ നന്ദുട്ടനെ വീട്ടിൽ തന്നെ നിർത്തി. പിന്നെ അലമുള്ളുകൊണ്ട് നന്ദുട്ടന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വീട്ടിൽ നിൽക്കും. പിന്നെ അവരില്ലാത്തപ്പോഴാണ് എൻ്റെ കൂടെ ഷോപ്പിൽ അധികം ഉണ്ടാവുക. അങ്ങനെ അമ്മ അതാ എണീറ്റ് വന്നിരിക്കുന്നുണ്ട്. അമ്മ നേരെ ഫോണൊക്കെ എടുത്ത് വന്ന് കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം എന്തൊരു ഭാഗ്യം ചെയ്ത അമ്മന്ന്. അപ്പോൾ എന്താ പറയുക, ഇന്ന് തണുപ്പായതുകൊണ്ട് കേട്ടോ അമ്മ കുറച്ച് നേരം കിടന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അമ്മ ചിരിക്കുകയായിരുന്നു. അച്ഛൻ കണ്ട നല്ല കുട്ടിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും വിളക്ക് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു കൃഷ്ണനാണ്, ആ കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്വാമി റൂമുണ്ട്, അവിടെയൊക്കെ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ആ ഒരു ഇതാണ് നന്ദുട്ടന് ഇപ്പോൾ 2 ദിവസമായിട്ട് കിട്ടിയിട്ടില്ല. നന്ദുട്ടൻ നേരത്തെ കുളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയാലും അമ്മ പറയാണ് നന്ദുട്ടൻ വേഗം എപ്പോഴാണ് വിളക്കത്തിക്കാനായോ കുളിക്കാനായോ എന്ന് ചോദിക്കത്രേ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആൾക്ക് കുറച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ ഇനിയിപ്പോൾ അച്ഛൻ പോയാൽ വീണ്ടും നേരെ തല കുത്തനെയാവും. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് അലമോളെ പോട്ടിയിലിരിക്കുകയാണ് ഇരുത്തി. അപ്പോൾ ഞാൻ പറയാം അമ്മുവിനോട് നല്ല ഫോൺ കിട്ടിയപ്പോൾ അമ്മു എന്താ വീഡിയോ ഒന്നും ഇടാത്ത, സാധാരണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ അമ്മു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉണ്ണി അതിനെ പലതും പറഞ്ഞ് കളിയൊക്കെയാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഞാനിതാ ഷോപ്പിലെത്തി. ഇനി ഷോപ്പിലെത്തിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ കാണാൻ പോണത്. ആദ്യത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഷോപ്പിൽ അടിക്കാനുള്ളതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ട് കുറേ നൂലും ഇതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് കുറേ ഇങ്ങനെ കെട്ടിക്കുടുക്കൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ അടിച്ചു വരുന്നതിന് ശേഷം ഷോപ്പൊന്ന് തുടയ്ക്കാൻ 1.5 തുടയ്ക്കുള്ളൂ കേട്ടോ. ഇന്ന് തുടച്ചാൽ നാളെ തുടയ്ക്കില്ല. നാളെ തുടക്കോലായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിടും, അത്രമാത്രം. ഇപ്പം പിന്നെ പൊടിയൊന്നും പാറാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്ന ദിവസമാണ് പിറ്റത്തേക്കൊരു ഇതുണ്ടാവില്ലേ, അപ്പം ഒന്ന് തുടച്ചിടും. അപ്പോൾ ഇന്ന് തുടയ്ക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ തുടച്ച് കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ അടുത്ത പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനെന്താ ഇപ്പോൾ നമ്മളെ ഷോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം മാനിക്യൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഴയതാണ്, സെക്കൻഡ് ഹാൻഡാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒന്നും കൂടി ഷോപ്പിലൊരു ലുക്ക് വന്ന മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തന്നെ തോന്നിയതാണ്, പുറത്തുനിന്നുള്ളവർക്ക് കാണുമ്പോൾ എങ്ങനെയാണ് ലുക്കാണോ എന്താണോ എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടമായി. അങ്ങനെ ഇതാ നൂലൊക്കെ അങ്ങനെ കിടക്കുന്നു. അതൊക്കെ ശരിയാക്കി എല്ലതും കട്ട് ചെയ്ത് ബാക്കി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് ഒരു ബാസ്ക്കറ്റ് അത് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതാക്കി എല്ലാ നൂലും എടുത്തിട്ട് നൂലിൻ്റെ പാത്രങ്ങളിലൊക്കെ വെച്ച് അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഒരു പാൻറ്റിൻ്റെ അടി അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, തലേ ദിവസം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതും കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. പിന്നെ ഇങ്ങനെ ഇരിക്കുകയായി. പിന്നെ എപ്പോഴെങ്കിലും കസ്റ്റമേഴ്സൊക്കെ വരും. അധികം നമ്മളെ പിള്ളേരാണ് വരിക, ട്യൂഷൻ പിള്ളേരൊക്കെ വരും. അപ്പോൾ ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷോർട്ട് കുർത്തീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വാങ്ങുക, പാൻറ്റുകൾ അങ്ങനെയൊക്കെ. പിന്നെ എന്താ പറയുക, ചേച്ചിമാർ അവിടെ അതിൽ കൂടി പോകുന്നവർ നമ്മളെ ഷോപ്പ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.